സോ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഏതാണ് ഫേക്ക്, ഏതാണ് ഒറിജിനൽ ന്യൂസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ, ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രം വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രൊപ്പഗണ്ടാസും കാര്യങ്ങളും എല്ലാം ഇറങ്ങുന്ന ഒരു ടൈംസ് കൂടിയാണ്. സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിനകത്തൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മേ ബി നമ്മൾ വിചാരിക്കുന്ന തോട്ട് അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ അതർ കൈൻഡ് ഓഫ് വേർഷൻസ് നമുക്ക് കാണാൻ പറ്റാതെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടെ എയും കൂടെ വന്നതുകൊണ്ട് ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് എന്ന് കണ്ടുപിടിക്കാൻ വരെ ഭയങ്കര പാടാണ്. സോ ഇതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് നമ്മുടെ ട്വിറ്ററിനകത്തൊരു സംഭവം വന്നിട്ടുണ്ട്. ഗ്രോക്ക് അത് ഓൾറെഡി അറിയാം, എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. ട്വിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു എ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു എ, ChatGPT ഒക്കെ പോലെ തന്നെയാണ്. അവരിപ്പോൾ ട്വിറ്ററിനകത്തൊരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രോക്കിൻ്റെ ഒരു ബട്ടൺ എല്ലാ പോസ്റ്റിൻ്റെ കൂടെയും, ഇപ്പം ഫോർ എക്സാമ്പിൾ ഷെയർ, ലൈക്ക് എന്ന് പറയുന്ന പോലെ ഗ്രോക്കിൻ്റെ ഒരു ബട്ടണും കൂടെ ഉണ്ടാകും. സോ ആ ഗ്രോക്കിൻ്റെ ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് എന്തിനെ പറ്റിയുള്ളതാണ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ ന്യൂസ് എന്താണ്, അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് വന്നേക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പർട്ടിക്കുലർ നമ്മളിപ്പോൾ ഒരു എയോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ന്യൂസ് കണ്ടു, ആ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ChatGPT സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂസിൻ്റെ ഹിസ്റ്ററി കിട്ടും. ഇതേ സെയിം തിങ് തന്നെ ആണ് നടക്കുന്നത്, പക്ഷേ വിത്തിൻ ദി ആപ്പ്. സോ ഈ ഒരു ഫീച്ചർ എല്ലാ ആപ്ലിക്കേഷനകത്തും ഇനി വരും കാലഘട്ടത്തിൽ വരികയും ചെയ്യും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ഫീച്ചറിനെ കുറിച്ച്? ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യുക. താങ്ക്